വർക്കൊക്കെ ചെയ്തിട്ട് ഒരുപാട് നാളായി. എന്നാലും വർക്കൊക്കെ വരാറുണ്ട്. അത് നമ്മൾ പോസ്റ്റൊന്നും ചെയ്യാറില്ല. എടുക്കാൻ പറ്റുന്ന 1 2 വർക്ക് മാത്രമേ ഇത്ര നാൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം 2 കുഞ്ഞു വാവകളെ ഇട്ടിട്ട് വർക്കൊക്കെ ഫുള്ളായിട്ട് എടുക്കുക എന്നുള്ളത് നമുക്ക് പോസിബിൾ ആയിരുന്നില്ല. ഇപ്പോൾ വർക്കൊക്കെ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന വർക്ക് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ടിനായിട്ട് ഗിഫ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമ്മൾ ഓൺലൈൻ വഴി സെലക്ട് ചെയ്തിട്ടാണ് ഈ വർക്ക് എടുത്തിരുന്നത്. ഗേൾ ഫ്രണ്ട് ഒരു പിങ്ക് ലവർ ആയതിനാൽ കൂടുതലും പ്രൊഡക്റ്റ് നമ്മൾ പിങ്കിൽ തന്നെ വരാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. കസ്റ്റമറിൻ്റെ ആവശ്യം അനുസരിച്ചാണ് നമ്മൾ പാക്കിംഗ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. 23ാമത്തെ ജന്മദിനം ആയതിനാൽ 23 ഐറ്റംസ് വേണമെന്ന് കസ്റ്റമറിന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് 23 ഐറ്റംസും 23 നമ്പറുകൾ പ്രിന്റ് ചെയ്ത് ഓരോ ഐറ്റംസിലും നമ്മൾ ഒട്ടിച്ചിരുന്നു. ഒന്നും കൂടി ഭംഗിയാവാൻ വേണ്ടിയിട്ട് ഓരോ ഗിഫ്റ്റിനും റിബണുകൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്രയും ഗിഫ്റ്റുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ വലിയ ബോക്സ് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഹസ്ബൻഡിനെ കൊണ്ട് ഉണ്ടാക്കുകയായിരുന്നു ചെയ്തത്. എല്ലാ ഐറ്റംസും പാക്ക് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക് തന്നെയായിരുന്നു. ഈ 23 ഗിഫ്റ്റും പോരാതെ കസ്റ്റമർ മറ്റൊരു ഓർഡർ കൂടി തന്നിട്ടുണ്ടായിരുന്നു. എക്സ്ട്രാ ഒരു ഗിഫ്റ്റ് ബോക്സും കൂടിയിട്ട് അതിൽ ബ്രീത്തിങ് ഡോളും ആൾക്ക് ഇഷ്ടപ്പെട്ട കിൻഡർ ജോയും പിന്നെ മറ്റ് 2 ചോക്ലേറ്റും കൂടിയാണ് അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പ്ലാസ്റ്റിക് ഫ്ലവറിൻ്റെ ഒരു ബൊക്കയും കൂടിയായിരുന്നു ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതും കൂടിയും ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 23 ഐറ്റംസ് നമുക്ക് ബോക്സിൽ കൊള്ളാത്തത് കൊണ്ട് പകുതി സാധനങ്ങൾ നമ്മൾ ഗിഫ്റ്റ് കവറിലായിട്ടായിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു കേക്കും കൂടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേക്ക് നമ്മൾ ചെയ്യണില്ലാത്തത് കൊണ്ട് വേറെ ഒരാളെ ഏൽപ്പിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ കസ്റ്റമർ നാട്ടിലില്ലാത്തതുകൊണ്ട് ആളുടെ ഫ്രണ്ട്സാണ് പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത്. അവർ ബൈക്കിനായിരുന്നു വന്നത്. അത്രയും സാധനങ്ങൾ കൊള്ളൂല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ തിരിച്ചു പോയി കാറായിട്ട് വന്ന് അവർ പിക്ക് ചെയ്ത് പോവുകയായിരുന്നു.